ഞാനൊരു സംഭവം കണ്ടിട്ടെ. ഞാൻ ദേ ഇപ്പൊ അലക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ. അലക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ബാക്ക് വീടിന്റെ പിറകു വശത്ത് ഒരു പേരക്ക തൈ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെന്ന പിന്നെ ഒരു പേരക്ക ഉണ്ട് നോക്കട്ടെ, കാരണം അതൊന്നും നോക്കാൻ സമയം കിട്ടലേ ഇല്ല. അപ്പൊ ഞാനത് നോക്കാൻ വേണ്ടി ബാക്കോട്ട് പോയതാ. അപ്പൊ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അതിന്റെ തൊട്ടലിന് ഒരു ചെറിയ മാവുണ്ട്. മാവിന്റെ മേലെ നോക്കുമ്പോ ഒരു മാങ്ങ. ചെന്ന പിന്നെ അത് പറിച്ചൊക്കെ ചമ്മന്തി ആക്കാലോ, മാങ്ങ ചമ്മന്തി ആക്കാം നാളെ കഞ്ഞിക്കൊണ്ട്. അങ്ങനെ വിചാരിച്ച് ഞാൻ ആ മാങ്ങ പറിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി. അപ്പൊ കത്തിയാളെല്ലാം എടുത്തിട്ടാ ഞാൻ പോകുന്നു. കാരണം ചെറിയൊരു മാവാണ്. അപ്പൊ കത്തിയാളോണ്ട് പറിക്കാനില്ല, കൈ നീട്ട് കത്തിയാളെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഞാൻ കത്തിയാളെന്നാ പറയില്ലേ. അപ്പൊ അതും എടുത്തിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. വീടിന്റെ പുറകു വശമാണ്, ഫുൾ കാടാണ്. കാട് എന്ന് പറയാനില്ല, പക്ഷെ എന്നാലും ചെറിയൊരു കമ്മ്യൂണിസ്റ്റ് കാർഡും ഇതെല്ലാം തുറന്നു കിടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഇടയ്ക്കത് ഒരു കപ്പക്കത്തയും നന്നായിട്ടുണ്ട്, നിറയെ കപ്പക്കയും പിടിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇതിൻ്റെ ഇടക്കായതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടേ ഇല്ല. ഇതല്ല ഫുൾ കാടാണ് ഇവിടെ. സാധാരണ മെഷീൻ വെക്കലാണ്, കാരണം ഇതൊന്നും കൊത്താനുള്ള ശേഷി എൻ്റെ കൈക്കില്ല. കംപ്ലീറ്റ് ഡിസ്കിന് തയ്യാറാകുന്നതുകൊണ്ട് ഞാൻ ഇതിനോട് കളിക്കാൻ നിൽക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാൻ നോക്കുന്നത്. കാരണം കത്തിയാളില്ലാണ്ട് ആവില്ല. എന്തെങ്കിലും വയക്കിയിട്ടില്ലെങ്കിൽ പാമ്പുണ്ടാവും അടിയിൽ. ഒരുപാട് പാമ്പുകൾ. ഇതിനിടയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടല്ലോ, അത് ഈ ഭാഗത്തുള്ളൊരു പാമ്പിൻ്റെ കൂട്ടത്തിലില്ല. അപ്പം അത് ഞാൻ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കട്ടെ. കാലെല്ലാം വയക്കിയാ പോകുന്നു കേട്ടോ. മാവിൻ്റെ ചുവട്ടിലാണ് കേട്ടോ. ചെറിയൊരു മാവാണ്, എന്നാൽ അത് പടർന്ന് പന്തലിച്ചിട്ട് കിടക്കുന്നുണ്ട്. കുറച്ച് ഉയരത്തിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ മാങ്ങ കണ്ടത് താഴെയാണ്. ഈശ്വര, എന്നെ രക്ഷിക്കണേ. വള്ളിയിലൊന്ന് കൊത്തിക്കളയാം, എന്നാലേ അങ്ങോട്ട് കയറാൻ പറ്റും. നമ്മളൊരു മഷിത്തണ്ട് പോലത്തെ ഒരു കായ് പിടിക്കുന്ന, എന്നാ ഈ കായ്ക്കെന്നാ പറയുന്നത് എനിക്കറിയില്ല. അതൊരു വള്ളിയാണ്. ഇതിലൊരു ചെറിയൊരു മഷി പോലത്തെ കായാണ് പിടിക്കല്. ഇത് മൊത്തം വലിഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം ഒന്ന് വയക്കിയാലേ എനിക്ക് പറിക്കാൻ കഴിയുകയുണ്ട. ഈ മാങ്ങ ഞാൻ കണ്ടത്, പക്ഷെ ഞാനിത് വയക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് നോക്കിയതാ കേട്ടാ. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന്, ചേച്ചി ഇതാ അതിന്റെ ഇപ്പുറത്ത് തന്നെ മാങ്ങയുണ്ട്, ഇതാ കണ്ടില്ലേ. അയ്യോ, ഇത്ര വലിയ മാങ്ങ ഞാൻ കണ്ടതേ ഇല്ല. ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പാണ് ഈ മാങ്ങ കാണുന്നത്. അടിപൊളിയല്ലേ, പ്രതീക്ഷിക്കാണ്ട് കണ്ടതാണ്. അത് വലിയ മാങ്ങയാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ നിറയെ പൂത്തിട്ടുമുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെല്ലാം ഉണ്ട്. ഇതാ മാവെല്ലാം നല്ലോണം പൂത്തിട്ടുണ്ട്. പക്ഷെ ഇത് കാണലേ ഇല്ല, ഇങ്ങോട്ട് നോക്കാൻ സമയം കിട്ടുന്നില്ലതാ. ഇതൊന്നും കൊത്താണ്ടൊന്നും കിട്ടുമെന്ന് തോന്നില്ല. ഇതെല്ലാം ഒന്ന് വലിച്ചു നീക്കണം, എന്നാലേ എനിക്ക് ഈ മാങ്ങ പറിച്ചെടുക്കാൻ പറ്റും. ഇത് കത്തിയാളുകൊണ്ട് കിട്ടുന്ന സംഭവമാണ്. വല്ലാത്ത കടുപ്പം തന്നെ. എന്നാലും വേണ്ടിയില്ല, അത് പറിച്ചെടുത്ത് കഴിഞ്ഞു. കാരണം ഇത് പഴുപ്പിക്കാൻ പറ്റില്ല. ഈ മാങ്ങ കുറച്ച് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് പുഴു വരും. പുഴു വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം കരിഞ്ഞ് കരിക്കട്ട പോലെ ഒന്നും കിട്ടൂല. അതിൻ്റെ ഇടക്കെല്ലാം മാങ്ങയുണ്ട്. ഇത് ഇപ്രാവശ്യം നേരത്തെ പിടിച്ചതാട്ടോ. സാധാരണ ഇങ്ങനെയല്ല, വൈകിട്ടാണ്. മഴ കൂടുന്നതിന് തൊട്ട് മുമ്പാണ് പിടിക്കല്. ഇപ്രാവശ്യം നേരത്തെ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ മൊത്തം മാങ്ങ പോകുതാ, കണ്ടില്ലേ. ഇതെല്ലാം മാങ്ങയുണ്ട്. ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കണം, കുറച്ച് പണിയാണ്. ഒക്കെ എടുക്കേണ്ടി വരും. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല, കാരണം ആരുമില്ല. ഞാൻ വീഡിയോ എടുത്തോണ്ടാണ് മാങ്ങ പറിക്കുന്നത്. കത്തിയാകൊണ്ട് ഇതെങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാം. വീണാൽ എടുക്കാൻ വിഷമമാണ്. എന്തായാലും ഞാനിത് പറിച്ചേ അടങ്ങും, കാരണം ഒന്നും സമയമുള്ളതുകൊണ്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ഇല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവരെ നോക്കലൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ മാങ്ങ പിടിച്ചതിനെ കാണാത്തത്. കണ്ടില്ലേ, വലിയ മാങ്ങ. എന്നിട്ടാ പുളിയില്ലാത്ത മാങ്ങ, അത് അധികം പുളിയൊന്നുമില്ല. നമുക്ക് അച്ചാറിടാനും ഒക്കെ നല്ല മാങ്ങയാണ്, ഉപ്പിലിടാനും പറ്റിയ മാങ്ങയാണ്. പക്ഷെ വേറെ കാര്യം വെച്ചാൽ അച്ചാറിട്ടാലും ഉപ്പിലിട്ടാലും ഞാനും കഴിക്കൂല, ഹസ്ബൻഡും കഴിക്കൂല. പിന്നെ ആർക്കും അയൽവക്കത്തില്ലവർക്ക് കൊടുക്കല് വഴിയില്ല. അവർക്ക് തന്നെ അങ്ങനെയാണ് ഞാൻ ചെയ്യല്, കാരണം ഞാൻ അങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല. എല്ലാം ഉണ്ടാക്കും, പക്ഷെ പത്തിപ്പത്തിൽ അവർക്ക് കൊടുക്കലാണ്. ഇത് കണ്ടില്ലേ, വലിയ മാങ്ങയാണ്.
ഏതായാലും അച്ചാറാക്കിയിട്ട് ഞങ്ങൾക്കൊരു കഞ്ഞിക്കടയുണ്ട്, കഞ്ഞിക്കടയിലേക്ക് കൊടുക്കാമല്ലോ. ഒരു പാത്രം നിറച്ചും കിട്ടിയിട്ടുണ്ട്. വലിയ മാങ്ങയാണ് കേട്ടോ. ഇത് പഴുപ്പിക്കാൻ കഴിയില്ല. പഴുത്ത് കഴിഞ്ഞാൽ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുഴു കയറിയിട്ട് മൊത്തം നശിച്ചു പോകും. അതിനേക്കാളും നല്ലത് പച്ചവെറുക്കുന്ന തന്നെയാണ്. ഒരുപാട് പൂവ് ഇട്ടിട്ടുണ്ട്. മഴ കൂടുന്നതിന് മുമ്പേ പിടിച്ചിട്ട് എല്ലാം പറിച്ച് അപ്പുറത്തെ ഇപ്പുറത്തെല്ലാവർക്കും എല്ലാം കൊടുക്കണം. വേണ്ടില്ലേ? നല്ല അടിപൊളി മാങ്ങയാണ്. അപ്പം എൻ്റെ മാങ്ങേനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെയുണ്ടെന്ന് പറയണേ.